ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇത്രയും കാലത്തിൽ നിറയെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ നമ്മൾ സപ്പോർട്ട് റെസിസ്റ്റൻസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത എൻട്രി എടുക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കേണ്ട കാര്യം പറഞ്ഞിട്ടുണ്ട്, മൂവിങ് ആവറേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ ഓരോന്നും നമ്മൾ അതായത് കറക്റ്റായിട്ടുള്ള പൊസിഷനിലാണ് എൻട്രി അടിച്ച് നമ്മൾ വാങ്ങിക്കാമെന്ന് മുമ്പത്തെ വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഒന്നും കൂടി നമുക്ക് കോൺഫിഡൻറ്റ് തരുന്ന പൊസിഷൻസ് എങ്ങനെ എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി മിക്സ് ആയിട്ട് വരുമ്പോൾ എങ്ങനെ എൻട്രി എടുക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഞാനതിന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നുള്ളൊരു സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. ഒരു 30 മിനിറ്റ് ക്യാൻഡിലാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് അല്ലേ? പല തവണകളായിട്ട് കയറി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് റെസിസ്റ്റൻസും സപ്പോർട്ടും വരയ്ക്കുമ്പോൾ ഒരൊറ്റ ലൈനല്ല, അതൊരു സോണായിട്ട് എടുക്കണം. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ടായിരിക്കും തിരിച്ചിറങ്ങുക, അതല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ ലൈനിൽ തട്ടി തിരിച്ചിറങ്ങാം. ചിലപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഈ പൊസിഷന്മാരെയൊക്കെ തിരിച്ചിറങ്ങാൻ പറ്റും. പക്ഷെ നമുക്ക് എന്തായാലും ഇത്തരത്തിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും, അല്ലാണ്ട് നമ്മൾ ഒരു പോയിൻ്റ് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതിട്ട് വെച്ചു. ഇനി അടുത്തത് നമ്മുടെ സപ്പോർട്ട്, അത് നമ്മൾ 2 ലൈൻ ഇട്ട് വയ്ക്കുക, ഏകദേശം അപ്രോക്സിമേറ്റ്. ഓക്കെ, ഈ ഒരു പൊസിഷൻ ഇതിൻ്റെ ഉള്ളിൽ കയറി തിരിച്ച് കയറാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. നമ്മൾ പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്, ഇത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി കറക്റ്റ് ആയിരിക്കുന്നത്. കറക്റ്റ് തന്നെയാണ്, ഇവിടെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് അല്ലേ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ ഒന്നുകൂടെ നോക്കണം, നമ്മൾ മൂവിങ് ആവറേജ് നോക്കണം. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൂവിങ് ആവറേജ് ഇടാം. അതിന് ഈ ഒരു ഭാഗത്താണ് നമ്മൾ പോയി ക്ലിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ പോയിട്ട് നമ്മൾ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജിൻ്റെ അവിടെ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ മൂവിങ് ആവറേജ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂവിങ് ഇത്രയും ബാൻഡ് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ അടിയത്തെല്ലാം ക്ലോസ് ചെയ്യാം. ഒരു 3 മതി തൽക്കാലം. ഓക്കെ, ഇപ്പം മൂവിങ് ആവറേജ് ഞാൻ സാധാരണ എടുക്കുക 20, 15, 10 ഈ റേഞ്ചിലാണ് എടുക്കുക. മൂവിങ് ആവറേജിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനേ നമുക്കിത് ലെങ്ത്ത് കൂടും. ഓക്കെ, അത് നോക്കി അറിയാൻ പറ്റും. എന്തായാലും മൂവിങ് ആവറേജിൻ്റെ മുകളിൽ വേണം നമ്മുടെ എൻട്രി. ഓക്കെ, മൂവിങ് ആവറേജ് ഉണ്ട് ഈ ഭാഗത്തേക്ക്. മൂവിങ് ആവറേജിൻ്റെ അടിയിലേക്ക് പറഞ്ഞത് ഒരു ഡൗൺ ട്രെൻഡാണ്. മൂവിങ് ആവറേജിൻ്റെ മുകളിൽ വരുമ്പോൾ അത് അപ്പ് ട്രെൻഡാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ആ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയോ? ഇപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഈ കറക്റ്റ് ബ്രേക്കിംഗ് പൊസിഷനിൽ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം തിരിച്ചാ ബ്രേക്ക് ചെയ്ത ആ റെസിസ്റ്റൻസ് ലൈനിനെ വീണ്ടും സപ്പോർട്ടായി എടുത്ത് തിരിച്ച് കയറണു. അതോടൊപ്പം ഈ ബാൻഡിൻ്റെ മുകളിലുമാണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇതെല്ലാം മാച്ചായി വരുന്നുണ്ട്. നമുക്ക് എൻട്രി എവിടെ വേണമെന്നറിയോ? നമ്മൾ എൻട്രി ഈ ഒരു ഭാഗത്ത് വേണം. അതായത് ഞാനിവിടെ ഇട്ടതിന് ശേഷം പറയാം. ഇപ്പോൾ ഞാൻ എങ്ങനെ എൻട്രി ഇട്ടിരിക്കുന്നത് വെച്ചാൽ, ആദ്യം മുകളിലേക്ക് കയറി തിരിച്ച് നമ്മുടെ സപ്പോർട്ട് എടുത്ത് ആ റെസിസ്റ്റൻസിന് സപ്പോർട്ട് എടുത്ത് വീണ്ടും ബാൻഡിൻ്റെ മുകളിൽ തിരിച്ച് കയറുമ്പോൾ ആ പഴയ ഹൈ ബ്രേക്ക് ചെയ്യുന്ന പൊസിഷനായിരിക്കും നമ്മുടെ എൻട്രി. അതായത് ഈ ഒരു ഭാഗം. ഇപ്പോൾ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അല്ലേ? ഇപ്പോൾ കയറി ബ്രേക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ സപ്പോർട്ടായി എടുത്ത് വീണ്ടും മുകളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ കറക്റ്റ് എൻട്രി ഈ ഒരു പൊസിഷനിലായിരിക്കണം എന്നാണ് ഞാൻ പറയണത്. ഈ ഭാഗത്താണ്, അതായത് പഴയ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടി മാച്ചായി വരുമ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിനെല്ലാം സെലക്ട് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വീക്ക്ലി ചാർട്ട് എടുത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും. അപ്പോൾ മൂവിങ് ആവറേജും ഈ റെസിസ്റ്റൻസും ഇതെല്ലാം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ഉണ്ട്, അത് കണ്ടു നോക്കുക. അതെങ്ങനെ ബാൻഡ് എത്ര നമ്മളതിൻ്റെ ആവറേജ് ഇടണമെന്നെല്ലാം ഞാൻ കറക്റ്റായിട്ട് അതിൽ പറയേണ്ടത് നോക്കി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എൻട്രി എടുക്കുന്ന പൊസിഷനാണ് ഞാൻ പറഞ്ഞത്. മൂന്നും കൂടി മാച്ചായിട്ട് വരുമ്പോൾ കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഇതിന് മുമ്പെല്ലാം നമ്മൾ ഓരോന്നായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആ പറഞ്ഞതെല്ലാം കൂടി മിക്സായി വരുമ്പോൾ നമുക്ക് എങ്ങനെ എൻട്രി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത്തരം വീഡിയോകൾക്ക് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.